गणेशम् अनेकदन्तं भक्तानाम् एकदन्तम् उपास्महे. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽപ്പെട്ട വിതുര ഗ്രാമപഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിതുരയിൽ നിന്നും ബോണക്കാട് റൂട്ടിൽ ഏകദേശം 6 കിലോമീറ്റർ വരുമ്പോൾ നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനമായ ഐസറിന് സമീപത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ വിഗ്രഹം എന്ന് പറയുന്നത് സ്വയംഭൂവാണ്. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ സ്വയംഭൂവായിട്ടുള്ള വിഗ്രഹമുള്ള ഗണപതി ക്ഷേത്രം ഇത് മാത്രമായിരിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആ വിശ്വാസം തന്നെയാണ് ഈ ക്ഷേത്രത്തെ ഒരു ചെറിയ ക്ഷേത്രമായിരുന്ന ഈ ക്ഷേത്രത്തെ പടിപ്പടിയായിട്ട് തന്നെ വികസനത്തിൻ്റെ ഒരു പാതയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് ഈ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും എല്ലാം സഹായത്തോടു കൂടി തന്നെയാണ് ഈ ക്ഷേത്രം ഇവിടെ നിലനിൽക്കുന്നത്. 65 വർഷം കൊണ്ട് ഈ അമ്പലത്തെ കുറച്ചൊക്കെ എനിക്കറിയാം. കുറേയൊക്കെ വിട്ടുപോയി, ഇപ്പം പ്രായാധികം കൊണ്ട് വിട്ടുപോയി. അന്ന് ഞാൻ ഇവിടെ വരുമ്പോൾ അമ്പലമൊന്നുമില്ല, വെറും ഒരു തകരം മാത്രം ഇങ്ങനെ മറച്ച് വെച്ച് ഒരു കുത്തു വിളക്കം വെച്ച് വഴിയെ പോകുന്നവർ നാളികേരം അടിക്കും, വിളക്ക് വയ്ക്കും, അങ്ങനെ ആയിരുന്നു. അത് കഴിഞ്ഞ് നാട്ടുകാരും ഭക്തജനങ്ങളും ഈ നാട്ടിലുള്ള എല്ലാവരും കൂടെ ഏറ്റെടുത്ത് ചെറിയൊരു അമ്പലം വച്ചു, ചെറുതായിട്ട്. അത് കഴിഞ്ഞ് വീണ്ടും അതിന് പുരോഗമിച്ച് എല്ലാ നാട്ടുകാരുടെ പൈസ ഉണ്ടായിരുന്നു. ഈ കാണുന്നതെല്ലാം 25 വർഷം ഞാൻ ഇവിടെ വിളക്ക് എത്തിക്കാൻ ഉണ്ടായിരുന്നു. ഇതെന്നെ കൊണ്ട് പറ്റുവരാ വന്നപ്പോൾ കമ്മിറ്റിക്കാരെ അതിന് 3-4 കമ്മിറ്റി വന്ന് ഇതെല്ലാം 3ാമത്തെ ക്ഷേത്രമായിരിക്കുന്നത് ഇപ്പോഴിരിക്കുന്നത്. പണ്ട് ഇത് റിസർവ് ആയിരുന്നു. ഈ റിസർവകത്താണ് ഈ വിഗ്രഹം, ഒരു വലിയ മുക്കമ്പാല ഉണ്ടായിരുന്നു. അതിൻ്റെ മൂട്ടിലാണ് ഈ വിഗ്രഹം ഇരുന്നത്. അപ്പോൾ റിസർവക്കാർ വനമെല്ലാം മുറിച്ച് മാറ്റിയപ്പോഴത്തേക്കും ആ മുക്കമ്പാലയുടെ മൂട്ടിൽ ഈ വിഗ്രഹം, അങ്ങനെ നാട്ടുകാരെല്ലാം കൂടെ അതിനെ കണ്ട് തകരത്തിലുള്ള ഒരു വിളക്കും ഉണ്ടാക്കി വെച്ച് അങ്ങനെ കുറേ കാലം അങ്ങനെ പോയി. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കും. ഞാൻ ഒരു ആസ്മ രോഗിയാണ്. ഞാൻ ഈ അമ്പലത്തിൽ ഭജനയും വായനയും കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് ഈ പരുവത്തിൽ ഞാൻ നീങ്ങിപ്പോകുന്നത്. അല്ലെങ്കിൽ ഇതിനു മുമ്പേ തീർന്നു പോയാനായിരുന്നു. വീട്ടിൽ നിന്ന് വരുമ്പോഴേ ശ്വാസം മുട്ടലും. ഇവിടെ വന്ന് ഭജന തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല. അതുപോലെ തന്നെ വായനയും. അങ്ങനെയാണ് ഇന്നും ഈ അമ്പലത്തിൻ്റെ ഇത് പോകണം. പിന്നെ പല ആൾക്കാർക്കും വേണമെന്ന് വിചാരിച്ച് ആരെന്ത് നേർച്ച നടന്നാലും അവർക്കത് ഇന്നും ഫലപ്രാപ്തിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്ന കാലം മുതൽ ക്ഷേത്രത്തിൽ വരുന്ന വിശ്വാസം കൊണ്ടാണ് വരുന്നത്. നമ്മൾ വന്നു കഴിയുമ്പോഴത്തെ അതിൻ്റേതായ ആ ഒരു സമാധാനവും ശാന്തി വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തെങ്കിലും ദോഷങ്ങളൊക്കെ സംഭവിക്കുന്നെങ്കിൽ അത് മാറാനും എടുക്കാനും അതിൻ്റെ ഫലങ്ങളും കാര്യങ്ങളും അനുഭവങ്ങളും ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓം വിഘ്നേശ്വരായ നമഃ. ഞാൻ ഈ അമ്പലത്തിലെ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയാണ്. 5 വർഷം കൊണ്ട് സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ ഈ അമ്പലത്തിൽ ആളുകൾക്ക് വളരെ വിശ്വാസമുണ്ട്. അമ്പലത്തെക്കുറിച്ച് എല്ലാ ആളുകൾക്കും, എല്ലാ മതവിഭാഗക്കാർക്കും വളരെ വിശ്വാസമാണ്. സ്വയംഭൂവായ അമ്പലം അത് ആണ് ഒന്നാമത്തെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആളുകൾ വളരെ ഭക്തിയോടും വിശ്വാസത്തോടാണ് ഇവിടെ വരുന്നത്. ഇവിടുത്തെ പൂജാ ദിവസങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ ബുധനാഴ്ച വൈകുന്നേരം, വെള്ളിയാഴ്ച വൈകുന്നേരം, രാവിലെ എന്ന് പറഞ്ഞാൽ എല്ലാ മലയാള മാസം 1-ാം തീയതി രാവിലെ നട തുറക്കും. അതേപോലെ തന്നെ ചതുർത്ഥി ദിവസങ്ങളിൽ, എല്ലാ മാസവും ചതുർത്ഥി ദിവസങ്ങളിൽ നമുക്ക് ഇവിടെ നട തുറക്കും. പിന്നെ കർക്കിടക മാസം 1 മുതൽ 30-ാം തീയതി വരെ വൈകുന്നേരം എല്ലാ ദിവസവും രാമായണ മാസ പൂജ അതുണ്ട്. പിന്നെ മണ്ഡല ചിറപ്പ് മഹോത്സവം വൃശ്ചിക 1 മുതൽ 41 ദിവസം തുടർച്ചയായി മണ്ഡല ചിറപ്പ്, അത് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഓരോ ദിവസം പൂജ ദിവസവും നടത്തി വരുന്നുണ്ട്. പിന്നെ മകരവിളക്ക് പൂജ എല്ലാ വർഷവും ഭംഗിയായിട്ട് നടത്തുന്നു. നമ്മളിപ്പോഴത്തെ പൂജാരി വളരെ ഭംഗിയായിട്ട് ക്ഷേത്രം നയിച്ചിട്ട് പോകുന്നു. ക്ഷേത്രത്തിലെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗി. നേരത്തെ ഇത്തരത്തിലുള്ളൊരു പൂജാരി നമ്മുടെ ഈ അമ്പലത്തിൽ പ്രവർത്തിച്ചിട്ടില്ല. അത് എന്നാലും വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ഇപ്പം നന്നായിട്ട് കൊണ്ടുപോകുന്നു. ഇവിടുത്തെ ആളുകൾക്ക് വളരെ വിശ്വാസമാണ് ഈ അമ്പലത്തിൽ. മരുതമല ഗണപതി ക്ഷേത്രത്തിലെ പ്രസിഡൻ്റാണ്. ചില കാര്യങ്ങൾ വിചാരിച്ചാൽ അത് ഭഗവാൻ നടത്തി തന്നിട്ടുണ്ട്.
അനുഭവങ്ങൾ എനിക്ക് തന്നെ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. എൻ്റെ മകൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ജോലിക്ക് പോയി അവന് ജോലി കിട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ എൻ്റെ ഒരു നാട്ടുകാരൻ തന്നെ ഇവിടുന്ന് 4 കിലോമീറ്ററുണ്ട്. ആ കക്ഷിയുടെ മകൻ ഗൾഫിൽ നിന്ന് ഒരു കാര്യം മനസ്സിൽ ധ്യാനിച്ച് പറഞ്ഞു. അത് കക്ഷിക്ക് ആ ജോലി കിട്ടി. ആ കക്ഷി ഇവിടെ വന്ന് പൂജയും കാര്യങ്ങളൊക്കെ നടത്തി. അങ്ങനെയൊക്കെ പല ഇതുപോലുള്ള അനുഭവങ്ങൾ നമ്മളിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പേര് ഗോകുമാർ. മരുതാമല ശ്രീ മഹാഗണപതി ക്ഷേത്ര ട്രസ്റ്റ് ആരംഭിച്ച ആ വർഷം തന്നെ അതിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു ഞാൻ. സർവ്വവിഘ്ന നാശകനും ഈ നാട്ടിലെ നാനാജാതി മതസ്കർ വിശ്വസിച്ച് പോകുന്ന ഒരു മഹാഗണപതി അമ്പലമാണ് ഈ മരുതാമല ശ്രീ മഹാഗണപതി അമ്പലം. ഈ അമ്പലത്തിന് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്. സ്വയംഭൂവാണ്. സ്വയംഭൂവായ നമ്മുടെ ഈ പ്രദേശത്തെ ആദ്യത്തെ ഒരു മഹാഗണപതി ക്ഷേത്രം എന്ന് പറയുമ്പോൾ മരുതാമല മഹാഗണപതി ക്ഷേത്രം. ഇവിടെ കൈയെടുത്ത് തൊഴുത് വണങ്ങി പോകുന്ന ഭക്തന്മാർക്ക് അവരുടെ കുടുംബപരമായി എല്ലാ ഉയർച്ചയ്ക്കും മഹാഗണപതി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ ഉയർച്ചയ്ക്കും കാരണക്കാരൻ മരുതാമല ശ്രീ മഹാഗണപതി ആണ്. അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ മക്കളുടെ ആരോഗ്യത്തിനും അതേപോലെ തന്നെ കുടുംബപരമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ അമ്പലനടയിൽ വന്ന് കൂപ്പി തൊഴുതു പോകുന്നവർക്ക് അവർക്ക് ഒരുപാട് ഉയർച്ചകളുണ്ടായിട്ടുള്ളതായി ഒരുപാട് അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവച്ചിട്ടുണ്ട്. വിനായക ചതുർത്ഥിക്ക് ഉത്സവവും അതുപോലെ തന്നെ എല്ലാ മലയാള മാസം 1-ാം തീയതി വിശേഷ പൂജകളും എല്ലാം ഇവിടെ ഈ മഹാഗണപതി ക്ഷേത്രത്തിൽ നടന്നു വരികയാണ്. നമ്മുടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തന്നെ കേട്ട് ആളുകൾ മരുതാമല ഗണപതി ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട്. അവരുടെ വിശ്വാസം വർദ്ധിച്ചു വരികയാണ്. എൻ്റെ പേര് ജയ. എനിക്ക് ഒരു 4 വയസ്സുള്ളപ്പോഴാണ് അപ്പോൾ തൊട്ട് ഞാൻ ഈ അമ്പലത്തിൽ എൻ്റെ അച്ഛനോടൊപ്പം ഭജന പാടുന്നതിന് വേണ്ടിയിട്ട് വന്നു തുടങ്ങിയതാണ്. അതിനുശേഷം വളർന്നു വരുന്നതിനോട് അനുബന്ധിച്ച് തന്നെ ഞാൻ ആദ്യം എവിടെ പോയില്ലെങ്കിൽ ഈ അമ്പലത്തിൽ വന്ന് ഏത് കാര്യത്തിനും ഈ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കും. കാരണം പിന്നീട് എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ ഈ ഭഗവാന്റെ ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ജോലി കിട്ടിയത് ഉൾപ്പെടെ ഒരിക്കലും എനിക്കൊരു സർക്കാർ ജോലി ആ ലിസ്റ്റിൽ നിന്ന് കിട്ടില്ല എന്ന് എല്ലാവരും വിധി എഴുതിയ സാഹചര്യത്തിൽ ഞാൻ ഭഗവാനെ മാത്രം ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് പിന്നെ ആ ജോലി അത്ഭുതം ഒരിക്കലും, കാരണം ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കാറായ സമയത്തും ഞാൻ ഈ ഭഗവാനെ മാത്രം പ്രാർത്ഥിച്ചു. എനിക്ക് ആ ജോലി കിട്ടി. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള എൻ്റെ മക്കളെ കാര്യത്തിലായാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഭഗവാന്റെ ശക്തി കൊണ്ടാണ്. എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ ഈ ഭഗവാന്റെ ശക്തിയാണ്. ഈ ഭഗവാന്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള, ഞാൻ വിചാരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഇവിടെ വന്ന് ഒരു വെളിച്ചെണ്ണയും തിരിയും വാങ്ങിച്ച് കത്തിച്ച് ഞങ്ങൾ എന്താവശ്യപ്പെട്ടാലും ആ ഭഗവാൻ ഞങ്ങൾക്ക് സാധിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ ഈ നാട്ടുകാർക്കും എല്ലാവർക്കും ഈ ഭഗവാൻ ഒരു ശക്തി കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് എന്ത് കാര്യം വന്നാലും എൻ്റെ ദുഃഖങ്ങളെല്ലാം ഞാൻ ഇവിടെ വന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഭഗവാൻ സാധിച്ചു തരുന്നുണ്ട്. ഭഗവാനെ എൻ്റെ കൊച്ചുനാൾ മുതലേ ഞങ്ങളിവിടെ വന്ന് പിന്നെ തൊഴുതു പോകണയാണ്. എൻ്റെ പേര് രമണി. ഞാനിവിടെ ജനിച്ചു വളർന്നതാണ്. ഞാൻ കുഞ്ഞുനാൾ മുതൽ ഭഗവാനെ കണ്ടു വളർന്നതാണ്. എവിടെ എന്ത് നല്ല കാര്യം എനിക്ക് പോകണമെങ്കിലും ഞങ്ങൾ ഭഗവാന്റെ നടയിൽ വന്ന് ഒരു തിരിയെങ്കിലും കത്തിക്കാതെ ഞങ്ങൾ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങാറില്ല. ഭഗവാന്റെ നടയിൽ വന്ന് ഒരു തിരി കത്തിച്ചിട്ടിറങ്ങി ഞങ്ങൾക്ക് ഏത് കാര്യവും ഭഗവാൻ നടത്തി തരും. ഇന്നും അതാണ് വിശ്വാസം എല്ലാ കാര്യങ്ങൾക്കും. എൻ്റെ 2 മക്കൾക്കും വളരെ 10-12 വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഭഗവാന്റെ നടയിലൊന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. 2 കുഞ്ഞുങ്ങൾക്ക് ഓരോ കുഞ്ഞുങ്ങളുണ്ട്. ഏത് കാര്യവും ഭഗവാനെ വിളിച്ച് ഞങ്ങൾ ഇറങ്ങിയിരുന്നത് വരെ ഞങ്ങളെ കൈവിട്ടിട്ടില്ല. അതാണ് ഞങ്ങളുടെ വിശ്വാസം. 40 വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധമുണ്ടായിട്ട്. ഈ ക്ഷേത്രമെന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു അനുഭവമാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇന്ന് ഞങ്ങളുടെ രക്ഷയും എൻ്റെ വീട്ടിലെ എൻ്റെ ഭർത്താവ് എന്നെ ജീവിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗ്യം കൊണ്ടാണ്. ഈ ഭഗവാന്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ഏത് കാര്യത്തിനും ഞങ്ങൾ ഈ ഭഗവാനെ തൊഴുതിട്ട് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ എങ്ങോട്ട് പോവുള്ളൂ. എല്ലാം കൊണ്ടും ഞങ്ങൾക്ക്
ഇത് കഴിഞ്ഞ് വേറെ ഒന്നുമുള്ളൂ. അത്രയ്ക്ക് വലിയ ഒരു ഭഗവാനാണിത്. എൻ്റെ പേര് ലത. ഞാൻ വന്ന 34 വർഷമായി ഞാനിവിടെ വന്നിട്ട്. അന്ന് തൊട്ട് ഞാൻ വരും. അപ്പോൾ ഇവിടെ ഒരു ചെറിയ അമ്പലമായിരുന്നു. ഇപ്പോൾ അത് ഭാരവാഹികളെ കഴിവുകൊണ്ടാണ് ഇത്രത്തോളം വലുതായത്. എനിക്ക് നല്ലതേ വന്നിട്ടുള്ളൂ ഈ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം. എനിക്ക് നല്ല വിശ്വാസമാണ്. എൻ്റെ സ്ഥലം ആറ്റിങ്ങയാണ്. എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. വന്നതിന് ശേഷം വന്ന കാലം തൊട്ട് ഞാൻ ഇവിടെ ഗണപതി ക്ഷേത്രത്തിൽ വരെയാണ്. എൻ്റെ കാര്യങ്ങളെല്ലാം ഗണപതി സഹായം കൊണ്ട് എല്ലാ കാര്യവും നടന്നിട്ടുണ്ട്. ഇതുവരെ ഒരു തടസ്സവും ഇല്ല. എൻ്റെ പേര് ലത. ഞാനിവിടെ ജനിച്ച് വളർന്ന നാട് ഇത് തന്നെയാണ്. അന്ന് തൊട്ട് എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ദിവസങ്ങളിലും അമ്പലത്തിൽ വരികയും തൊഴുകയും എല്ലാം ചെയ്യുന്ന ഇവിടെ തന്നെ. എൻ്റെ അച്ഛനായിരുന്നു ഒരു വിളക്ക് എത്തിച്ചുകൊണ്ടുവന്ന ഒരു വ്യക്തി. എൻ്റെ അച്ഛൻ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും നല്ല കാര്യങ്ങൾക്കും എല്ലാം ഇവിടെ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല എൻ്റെ അവന് പഠിച്ച് തീരുന്നതിന് മുമ്പേ ഒരു ജോലി കിട്ടിയപ്പോഴും അവൻ ഇന്നും വന്നാൽ ഈ അമ്പലത്തിൽ വരാറുണ്ട്, തൊഴാറുണ്ട്. ഞങ്ങളെ കഴിവിനനുസരിച്ച് ഈ അമ്പലത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അമ്പലം കൊണ്ട് ഞങ്ങൾക്ക് നല്ലത് മാത്രമേ വന്നിട്ടുള്ളൂ. നമുക്ക് കൊച്ചുനാൾ തൊട്ടേ ഈ ക്ഷേത്രമായിട്ട് നല്ല എളുപ്പമുള്ളതാണ്. ഒരുപാട് അനുഭവങ്ങൾ നമുക്കിവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നാണ് കാര്യങ്ങൾ ചെയ്ത് പോകണത്. അപ്പോൾ നമുക്കതിൻ്റേതായ ഒരു മേൽഗതി ഇവിടെ നിന്നുള്ളത് കൊണ്ട് സ്ഥിരമായിട്ട് നമ്മളിവിടെ വരുന്നുണ്ട്, ഇവിടെ കാര്യങ്ങൾ നടത്തുന്നുമുണ്ട്. നമസ്കാരം, ഞാൻ സി വിജയൻ പൊറ്റി, ക്ഷേത്ര മേൽശാന്തി. നമ്മുടെ അമ്പലത്തെക്കുറിച്ചുള്ള ചരിത്രങ്ങളെല്ലാം എനിക്ക് മുന്നേ ഇവിടെ പൂജിച്ചുകൊണ്ട് നിന്ന ആൾക്കാരും അമ്പലത്തിൻ്റെ സെക്രട്ടറി, പ്രസിഡൻ്റ് അവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഒത്തിരി ഇവിടെ ചെയ്തു വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. കാരണം പ്രധാനമായും ഇവിടെ ചെയ്തു വരുന്ന തടസ്സങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. അറിയാമല്ലോ, വിഘ്നേശ്വരനാണ്. അപ്പോൾ വിഘ്നങ്ങൾ മാറ്റുക എന്നുള്ളതാണ് പ്രധാനമായും. ഇവിടെ വിദ്യാതടസ്സം, തൊഴിൽ തടസ്സം. ഇപ്പോൾ നമ്മളൊരു ഗൃഹം നിർമ്മിക്കുക, അപ്പോൾ ചിലപ്പോൾ സാമ്പത്തികം നമ്മളെ കയ്യിലുണ്ടായിരിക്കും. പക്ഷേ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പണി മുടക്കം വരിക, അതുപോലെ സർക്കാരിൻ്റെ തൊഴിൽ ലഭിക്കാനുള്ള എല്ലാ ചാൻസും ഉള്ളവർക്കും എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ തട്ടിപ്പോവുക, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ പരിഹാര മാർഗ്ഗങ്ങൾ ഭഗവാന്റെ അടുക്ക ചെയ്യുന്നുണ്ട്. അതുപോലെ വിദേശത്തുള്ള ഒത്തിരി ആൾക്കാർ ഇവിടെ സ്ഥിരം അർച്ചന ചെയ്യാനും ഇവിടെയുള്ള ഓരോ വഴിപാടിനും ക്ഷേത്രത്തിലെ സെക്രട്ടറിയുമായോ അല്ലെങ്കിൽ പ്രസിഡൻറ്റുമായോ അല്ലെങ്കിൽ ക്ഷേത്ര ഭാരവാഹികളുമായിട്ടോ ബന്ധപ്പെട്ട് വിദേശത്തു നിന്ന് ഒത്തിരി ആൾക്കാരുടെ അർച്ചനകൾ, വഴിപാടുകൾ ഇവിടെ സ്ഥിരമായിട്ട് ചെയ്തു വരാറുണ്ട്. അതുപോലെ പ്രധാനമായും ഇവിടെ കാര്യസിദ്ധി പൂജ ഈ ധനുമാസം മുതൽ ആരംഭിക്കുകയാണ്. പിന്നെ ഈ ഇവിടെ ചെയ്യാനുള്ള പ്രധാന വഴിപാടുകളെക്കുറിച്ചുള്ളതാണ്. ഇപ്പോൾ വിദ്യാതടസ്സം മാറ്റാൻ വേണ്ടി വിദ്യാസൂക്തം, വിദ്യാഗോപാലം എന്നുള്ള അർച്ചന ചെയ്യാൻ പറ്റും. അതുപോലെ തൊഴിൽ തടസ്സം മാറ്റാനുള്ള കറുകമാല ചാർത്തുക. പിന്നെ മാസം തോറും ഇവിടെ എല്ലാ 1-ാം തീയതി ഗണപതി ഹോമമുണ്ട്. അപ്പോൾ ഇതിൽ പങ്കെടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. ക്ഷേത്ര കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ പ്രധാന വഴിപാടുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും. എനിക്ക് പിന്നെ ഒത്തിരി ആൾക്കാരിവിടെ വിശദീകരിച്ച് കഴിഞ്ഞു, ഓരോരുത്തരുടെ അനുഭവങ്ങളിലൂടെ പങ്കുവെച്ച് കഴിഞ്ഞു. ഇവിടെ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്താൽ നമ്മുടെ ദോഷം മാറ്റാൻ പറ്റും. പിന്നെ പ്രധാനമായിട്ടൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ രോഗം അറിഞ്ഞ് ചികിത്സിക്കണമെന്ന് പറഞ്ഞ മാതിരി ഇപ്പം നമ്മുടെ നാളെന്തുവാ, നമുക്കിപ്പോൾ ഏതാ അവസ്ഥ, അത് കണ്ടുപിടിച്ചിട്ട് അതിന് വേണമെന്ന പരിഹാരം ചെയ്യാനുള്ള. കേതുവിൻ്റെ നാഥൻ അറിയാമല്ലോ, ഗണപതിയാണ്. അപ്പോൾ ഗണപതിയെ ഭജിക്കുന്ന, അതായത് ഗണപതിയെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. വെള്ളിയാഴ്ച ദിവസം കറുകമാല ചാർത്തുക, ഭഗവാന് നാളികേരം ഉടയ്ക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടത്തി ഈ തടസ്സങ്ങൾ മാറ്റാവുന്നതാണ്. പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ ദശ ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള മാർഗ്ഗങ്ങൾ ഇവിടെ ചെയ്യാനുള്ള പക്ക നാളിന് ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള സൗകര്യം ഈ അമ്പലത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ക്ഷേത്ര കമ്മിറ്റിയുമായി ബന്ധപ്പെടുക. ക്ഷേത്ര കമ്മിറ്റിയിലുള്ളവരും ബന്ധപ്പെടാനുള്ള നമ്പർ നമ്മളിതിനോടൊപ്പം കൊടുക്കുന്നുണ്ട്. പ്രധാനമായും നട തുറക്കുന്ന ദിവസം എന്ന് വെച്ചാൽ വെള്ളി, ചൊവ്വ, വിനായക ചതുർത്ഥി, ആയില്യം നാളുകൾക്കാണ്. അമ്പുജ